ടിപ്പുവിന്റെ കാലം തൊട്ടേ ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് ഫറൂഖ് പ്രദേശം. ഓട് വ്യവസായവും മര വ്യവസായവും പണ്ട് മുതലേ ഫറൂഖിനൊരു വ്യാവസായിക മുഖം നൽകി. ചാലിയാർ വ്യവസായ വളർച്ചയ്ക്ക് ഏറെ സഹായകരമാവുകയും ചെയ്തു. 1970-കൾ വിദ്യാഭ്യാസ ചിന്തകൾക്ക് ആക്കം വന്ന വർഷങ്ങൾ. ഭൗതിക വിദ്യാഭ്യാസം നേടിയ ചിലർ, മതവിദ്യാഭ്യാസം നേടിയ മറ്റു ചിലർ, സ്ത്രീകൾ മറ്റു പലതിലുമെന്ന പോലെ വിദ്യാഭ്യാസ രംഗത്തും ഏറെ പിന്നാക്കം നിന്നു. അല്ലെങ്കിൽ അവരെ ഉണർത്താൻ അധികമാരും ശ്രദ്ധിച്ചില്ല. വിദ്യാഭ്യാസത്തെ മതപരം, ഭൗതികം അല്ലെങ്കിൽ ലൗകികം എന്ന് വേർതിരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ എല്ലാ വിദ്യാഭ്യാസവും ഈ പ്രപഞ്ചത്തിൽ ഉൾച്ചേർന്നതാണെന്നും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു തആല ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും വിജ്ഞാനങ്ങൾക്കുമുള്ള അടിസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അതിനെ പഠനത്തിലൂടെയും മനനത്തിലൂടെയും ഗവേഷണത്തിലൂടെയും വികസിപ്പിച്ചെടുക്കുക എന്നതാണ് മനുഷ്യൻ്റെ ചുമതല എന്നും പഠിപ്പിക്കപ്പെടുകയുണ്ടായി. ഈ ഒരു മേഖല വളരെ കാലമായി വിസ്മരിച്ചതിനെ ജമാഅത്തെ ഇസ്ലാമി സജീവമായി രംഗത്ത് കൊണ്ടുവരികയും അതിൻ്റെ ഫലമായി ശാന്തപുരം ഇസ്ലാമിയ കോളേജ് മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. 70കളുടെ അവസാനം ഫറൂഖിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ ചിന്ത തലക്കുകയറിയ ചില പ്രസ്ഥാന പ്രവർത്തകർ ഒരുമിച്ചുകൂടി ഒന്നല്ല നിരവധി തവണ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചൊരു നൂതന വിദ്യാഭ്യാസ പദ്ധതിയെപ്പറ്റി അവർ തലപുകഞ്ഞാലോചിച്ചു. KC അബ്ദുള്ള മൗലവിയുമായും V മുഹമ്മദ് സാഹിബുമായും മറ്റു പലരുമായും അവർ തങ്ങളുടെ സ്വപ്ന പദ്ധതികൾ പങ്കുവച്ചു. PK മൊയ്തീൻ സാഹിബ് എന്ന പ്രസ്ഥാനക്കാരൻ അവരുടെ അമരക്കാരനായി. ഫറൂഖിലെ സ്ത്രീകളെ സംബന്ധിച്ച് 4, 5, 6 വരെ പഠിച്ച പെൺകുട്ടികൾ വോട്ട് കമ്പനികളിലേക്കും തീപ്പെട്ടി കമ്പനിയിലേക്കും ചുരുങ്ങിയ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താണ് വഴി എന്നുള്ള ശക്തമായി നമ്മൾ ഒരു ആലോചന എടുത്ത് അതിലൊന്ന് മനസ്സിലായത്, ഇവർക്ക് പറ്റിയ ഒരവസ്ഥയല്ല നിലവിലുള്ള സ്ഥാപനങ്ങൾ. ഒന്നാമത് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഫറൂഖ് കോളേജ്, പിന്നെ അതേമാതിരി തന്നെ അടുത്ത സ്ഥാപനങ്ങളായ ഹൈസ്കൂളുകൾ, ഇതെല്ലാം ഈ തുമ്പപ്പാടത്തിൻ്റെ റോഡിൻ്റെ അപ്പുറമായതുകൊണ്ട് 4, 5 ക്ലാസ് കഴിഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട ഒരു ഗതികളാണ്. കുട്ടികളെ അയക്കലില്ല, അപകടങ്ങളായിട്ടും സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ. അങ്ങനെ ഈ കമ്പനിയിൽ ചേക്കേറുന്ന പെൺകുട്ടികൾ മതപരമായ യാതൊരു വിവരമില്ല, മാത്രമല്ല സമുദായത്തിന് ചിലപ്പോൾ ഒരു മാനസികമായ തകരാറുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. വീട്ടിൽ പോയിട്ട് പെൺകുട്ടികൾ ആൺകുട്ടികളെ കണക്കെടുത്തതിന് ശേഷം ഇവർ എത്ര ക്ലാസ് പഠിച്ചാലും വേണ്ടില്ല, അവരവിടെ വന്നാൽ അവരെ SLC ക്ലാസ് അവിടെ പഠിപ്പിക്കുക, തുന്നൽ പരിശീലനം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഞങ്ങൾ ഫറൂഖ് കുറേ ആളുകൾ ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് അതിൽ ഒരു 10-20% വിജയിച്ച്. ഈ വിജയം കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തറിയപ്പെട്ടു. അങ്ങനെ കുണ്ടുങ്കലിൽ നിന്നും പല രാമനാട്ട ഭാഗങ്ങളും എല്ലാ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് പെൺകുട്ടികൾ കൂടുതൽ വരുന്നു. 1979 ഒരു കലാലയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. അറബിക് കോളേജായിരുന്നു തുടക്കം. കുഞ്ഞു മുഹമ്മദ് മൗലവി സ്ഥാപന മേധാവിയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 10 പൈസ കഴിവില്ലാണ്ടായപ്പോഴാണ് നമ്മളെ ERS എക്സൈസിൻ്റെ ഇപ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി അവരെ പണ്ടം 1-2 പണ്ടം വാങ്ങിയിട്ട്
അതിൻ്റെ പണി പൂർത്തിയാക്കി. ആദ്യകാലങ്ങളിൽ ഏറെ പണിപ്പെട്ടു മുന്നോട്ടു പോവാൻ. സാമ്പത്തികം ഒരു വില്ലനായി. മതയാഥാസ്ഥിക പക്ഷങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ വേണ്ടുവോളം ഉണ്ടായി, അതിലധികവും. എന്നാലും പതറിയില്ല. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും എല്ലാറ്റിനെയും അവഗണിക്കാനുള്ള ചങ്കുറപ്പ് നൽകി. ഇടറിയ സന്ദർഭങ്ങളിലൊക്കെ വിശ്വാസവും പ്രസ്ഥാനവും കൂട്ടായി ഒപ്പം നിന്നു. പ്രാദേശികമായുണ്ടായ ചില പ്രയാസങ്ങൾ സെക്കൻഡറി മദ്രസ അവസാനിപ്പിക്കേണ്ടി വന്നു. അവിടുന്ന് അൽഹംദുലില്ലാ 79 കുളങ്ങരപ്പാടം നുസ്രത്തുൽ ഇസ്ലാം മദ്രസ വെച്ച് ഇർഷാദിയ കോളേജ് ആരംഭിച്ചു. കുളങ്ങരപ്പാടത്തെ കമ്പരഷെട്ടിൽ നിന്നും തുമ്പപ്പാടത്തെ ഓലഷെട്ടിലേക്ക്, പിന്നീട് കോൺക്രീറ്റ് ബിൽഡിംഗിലേക്ക്. പിന്നീട് പാതകൾ മുള്ളു നിറഞ്ഞതായിരുന്നു, ഒരുപാട് ദുർഘടവുമായിരുന്നു. എന്നാലും പിന്തിരിയാൻ അവർ കൂട്ടാക്കിയില്ല. അഫ്സൽ ഉലമ അറബിക് കോഴ്സിൽ നിന്ന് മതവിദ്യാഭ്യാസത്തോടൊപ്പമുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രീ ഡിഗ്രി കോഴ്സിലേക്ക് വഴിമാറിയപ്പോൾ അതൊരു കുതിപ്പായി. ആണും പെണ്ണും കൂടുതൽ പ്രവേശനം നേടി. ആൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സംവിധാനം കൂടിയായപ്പോൾ കേരളത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും വിദ്യാർത്ഥികൾ അറിവ് തേടി ഇവിടെ വന്നു ചേർന്നു. 2000 ആദ്യം ഡിഗ്രി സോഷ്യോളജി തുടങ്ങിയത് തെല്ലൊരു ആശങ്കയോടുകൂടിയായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ പ്രതികരണവും അഭ്യുദയകാംക്ഷികളുടെ നിരന്തര പ്രോത്സാഹനവും ഒത്തുചേർന്നപ്പോൾ അതൊരു നിയോഗമായി. പിന്നീട് ബികോമും BA ഇംഗ്ലീഷും കൂടി തുടങ്ങിയപ്പോൾ കേരളത്തിന്റെ മതബൗദ്ധിക വിദ്യാഭ്യാസ രംഗത്ത് ഇർഷാദിയ സ്ഥാപനങ്ങൾ ഇടം പിടിച്ചു കഴിഞ്ഞു. 2004 പെൺകുട്ടികൾക്ക് താമസിക്കാൻ ഇടം കൂടിയായപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർ അറിവ് തേടി, സംസ്കാരം തേടി ഇർഷാദിയെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. ഖുർആനും ഹദീസും കർമ്മശാസ്ത്രവും അവർ പഠിച്ചെടുക്കുന്നു. ഇംഗ്ലീഷും അറബിയും തങ്ങൾക്ക് ഏറെ വഴങ്ങുമെന്നവർ തെളിയിക്കുന്നു. കൊമേഴ്സിലും സോഷ്യോളജിയിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും അവർ ബിരുദങ്ങൾ നേടിയെടുക്കുന്നു. ഇസ്ലാമിക ചരിത്രവും ഭൗതിക ചരിത്രവും അവർ വിശകലന വിധേയമാക്കുന്നു. മാർക്സിസവും ഹിന്ദുയിസവും ക്യാപിറ്റലിസവും ഒക്കെ പുനർവായനയ്ക്ക് വിധേയമാക്കുന്നു. മാനവിക മൂല്യങ്ങളിലധിഷ്ഠിതമായ പാഠ്യ പദ്ധതിയെ പുതിയ കാലഘട്ടത്തിൻ്റെ സങ്കേതങ്ങളിലൂടെ ആവിഷ്കരിച്ച് വിദ്യാർത്ഥികളെ ആന്തരികവും ബാഹ്യവുമായി ശക്തിപ്പെടുത്തുകയാണ് ഇർഷാദിയ കോളേജിൻ്റെ ഈ കോഴ്സ്. പാഠപുസ്തകത്തിലെ അക്ഷരക്കുത്തുകളിൽ നിന്ന് സാമൂഹ്യ ഇടപെടലിൻ്റെ പൊതു ഇടങ്ങളിലേക്ക് ഇവിടുത്തെ പാഠ്യപദ്ധതി വികസിക്കുന്നു. കോഴിക്കോട് സർവകലാശാലയുടെ കൗൺസിലിംഗ് സെൻറ്റർ കൂടിയായ ഇർഷാദിയ കോളേജിൻ്റെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 3 അടിസ്ഥാനങ്ങളിലാണ്. പ്രഥമമായ അക്കാഡമിക് കോമ്പിറ്റൻസി. ഇസ്ലാമിക ഭൗതിക വിജ്ഞാനങ്ങളുടെ കാര്യക്ഷമതയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേവല വിജ്ഞാനങ്ങൾക്കപ്പുറത്ത് ആഴങ്ങളിൽ വിജ്ഞാനമുള്ളവരായി തീരുക എന്നതാണ് ഇതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി കാലഘട്ടത്തെ വായിക്കാൻ കഴിവുള്ള ഇംഗ്ലീഷ്, അറബി ഭാഷകളിൽ പ്രമുഖരായി തീരുക, പ്രാവീണ്യം നേടുക എന്നതാണ് രണ്ടാമത്തെ ഊന്നൽ. മൂന്നാമതായി കുട്ടികൾ വ്യക്തിത്വ വികസനത്തിൻ്റെയും അതുപോലെ തന്നെ സാമൂഹികമായ ശക്തിപ്പെടുത്തലിൻ്റെയും ഭാഗമായി കരിക്കുലർ ആക്ടിവിസവും നമ്മുടെ പാഠ്യപദ്ധതിയുടെ പ്രധാന ഇനങ്ങളിൽപ്പെട്ടതാണ്. ഇവിടം പടിയിറങ്ങിപ്പോയവർ ഇന്ന് നാട്ടിലും മറുനാട്ടിലും തങ്ങളുടെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. പത്രപ്രവർത്തകർ, അധ്യാപകർ, ബിസിനസ്സുകാർ, ഗവേഷകർ, പ്രസ്ഥാന നായകർ, അങ്ങനെ പോകുന്നു അവരുടെ നീണ്ട നിര. അറിവിന്റെ വെള്ളി വെളിച്ചത്തിൽ പരന്നൊഴുകുന്നു അവർ. ധാർമ്മികമായ ഉൾക്കരുത്തും ഭൗതിക വിജ്ഞാനീയങ്ങളിലുള്ള കെൽപ്പുമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ ഇർഷാദിയുടെ കോഴ്സിലൂടെ കഴിയുന്നു എന്നതാണ് വിശിഷ്ടമായ കാര്യം. സെമിനാറുകൾ, ചർച്ചകൾ, അന്വേഷണങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ ചിന്തകളെ തൊട്ടുണർത്തുന്നു. കലയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനുമൊക്കെ പ്രാധാന്യം നൽകി പോരുന്നു. ചുമർപത്രങ്ങളും മാഗസിനുകളും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. സ്വപ്നങ്ങൾ കവർന്നെടുക്കപ്പെട്ടവർ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, സമരഭൂമിയിലേക്ക് എടുത്തെറിയപ്പെട്ട ഈ പതിതരോട് എന്നും ഐക്യപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളും ക്യാമ്പസും. Viva!
പ്ലാച്ചിമടയിലെത്തി കുത്തക കമ്പനിയോട് സമരം ചെയ്യുന്ന മൈലമ്മയോടും പോരാളികളോടും സമരക്കൂറ് പ്രഖ്യാപിച്ചു. കൂറ്റൻ അണക്കെട്ടുകൾ കെട്ടി കോർപ്പറേറ്റുകൾ ലക്ഷക്കണക്കിന് വരുന്ന ആദിവാസികളെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെയും വഴിയാധാരമാക്കിയപ്പോൾ ഇവിടുത്തുകാർ നർമ്മദയിലെത്തി സമരനായികയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ മേധാ പട്കറിനൊപ്പം ചേർന്ന് വിദ്യാർത്ഥി കേരളത്തിന് മാതൃകയായി. സമരപോരാളികൾക്ക് വീര്യം പകർന്നു. കൂടംകുളത്തെത്തി ഉദയകുമാറിനും കൂട്ടർക്കും പിന്തുണ പ്രഖ്യാപിച്ച് സമരചരിത്രത്തിന്റെ ഉജ്ജ്വല സാക്ഷ്യമായി. ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും ഈ വിദ്യാർത്ഥികൾ ഒരു യുഗം കുറിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കൂടംകുളം സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചെത്തിയ മലയാളി വിദ്യാർത്ഥികൾ ഇടിന്തക്കരയിൽ കഴുത്തറ്റം മണലിട്ട് മൂടി പ്രതിഷേധിച്ചു. കോഴിക്കോട് ഇർഷാദിയ കോളേജിലെ വിദ്യാർത്ഥികളാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയത്. കൂടംകുളം ആണവ നിലയം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന് പിന്തുണയുമായി കേരളത്തിൽ നിന്നും വിദ്യാർത്ഥി സംഘം എത്തിയത് സമരാനുകൂലികൾക്ക് ഏറെ ആവേശം പകർന്നു. സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ 20 പേരടങ്ങുന്ന വിദ്യാർത്ഥി സംഘമാണ് സമരപന്തലിലെത്തിയത്. കേരളത്തിന്റെ യുവമനസ്സ് സമരക്കാരോടൊപ്പമുണ്ടെന്നും ആണവ നിലയത്തിനെതിരായ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും ഇവർ പറഞ്ഞു. രാഷ്ട്രീയ സംഘടനകളെ ഈ ഒരു സമരത്തിന് ഏതായാലും പിന്തുണ നൽകുന്നില്ല. തീർച്ചയായിട്ടും വിദ്യാർത്ഥി സംഘടനയുടെ ഒരു മുഴുവനായിട്ടുള്ളൊരു പിന്തുണയെങ്കിലും ഈ ഒരു സമരത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം നാട്ടിൽ പോയിട്ട് നടത്താനുള്ളൊരു തീരുമാനമുണ്ട്. സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് വിദ്യാർത്ഥികൾ കടൽ തീരത്ത് കഴുത്തറ്റം മണ്ണിട്ട് മൂടി നിന്ന് പ്രതിഷേധിച്ചു. കൂടംകുളം സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് കേരളത്തിൽ വിവിധ പ്രചരണ പരിപാടികൾ നടത്തുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. റിപ്പോർട്ടർ കൂടംകുളം. അരിപ്പയിലും ഈ വിദ്യാർത്ഥികൾ സമര സാന്നിധ്യമായി പോരാളികളായി ഒപ്പം നിന്നു. കെട്ടകാലത്തിന്റെ ഒരുമ്പെട്ട പോക്കിനെതിരെ ഇർഷാദിയിലെ വിദ്യാർത്ഥികൾ ജാഗരൂകരാണ്. കണ്ണും കാതും തുറന്നു വെച്ച് സാംസ്കാരിക മലിനീകരണത്തിനെതിരെ, വിധ്വംസക പ്രവണതകൾക്കെതിരെ, മൂല്യച്യുതിക്കെതിരെ എന്നും അവർ ഉണർന്നിരിക്കുന്നു. ഇക്കാലയളവിൽ ഒട്ടേറെ പ്രമുഖർ ഇവിടം കാണാനെത്തി. അനുഭവങ്ങൾ പങ്കുവച്ചും അറിവ് പകർന്നും സ്വയം തിരുത്തിയും തിരുത്താൻ ആവശ്യപ്പെട്ടും അവർ വിദ്യാർത്ഥികളെ ഒപ്പം കൂട്ടി. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വൈവിധ്യമാർന്നതും ശ്രദ്ധേയമായതുമായ പരിപാടികൾ ഇർഷാദിയുടെ ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലായി. നർമ്മദ പ്ലാച്ചിമട എൻഡോ സൾഫാൻ പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന തലക്കെട്ടിൽ നടന്ന പോരാളികളുടെ സംഗമം ബഹുജന പങ്കാളിത്തം കൊണ്ടും പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. നർമ്മദ ബച്ചാവോ ആന്തോളൻ അധ്യക്ഷ മേധാ പട്കർ, പ്ലാച്ചിമട സമരനായകൻ വിളയോടി വേണുഗോപാൽ, ഡോക്ടർ സുകുമാർ അഴീക്കോട്,
പരിസ്ഥിതി പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ CR നീലകണ്ഠൻ, ഡോക്ടർ M അച്യുതൻ, TK അബ്ദുള്ള തുടങ്ങിയവരുടെ സാന്നിധ്യം ചടങ്ങിനെ ധന്യമാക്കി. ഈ സ്ഥാപനം ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് നാം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളും മറ്റ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇപ്പോൾ നാം ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വേള ഈ സ്ഥാപനം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ പ്രദേശത്ത് നിന്ന് പുതിയ വിശാലമായ ഒരു സ്ഥലം കണ്ടെത്തുകയും അതിലേക്ക് ക്രമേണ ഈ സ്ഥാപനം പറിച്ചു നടുകയും ചെയ്യണമെന്നതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി കൂടുതൽ പ്രയോജനകരമായ പഠന കോഴ്സുകളും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്നും നാം ഉദ്ദേശിക്കുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷകളുമായി സ്വപ്നങ്ങളുമായി ഇർഷാദിയ പ്രയാണം തുടരുകയാണ്. പിന്നിട്ട വഴികളേക്കാൾ ബഹുദൂരം സഞ്ചരിക്കാനുണ്ടെന്ന തിരിച്ചറിവോടെ, ആത്മവിശ്വാസത്തോടെ. Do remember where we came from. Remember always that. Remember always that. And where you go after this. Do agree what we have done? Nothing. We are nothing. We are nothing. We are nothing. Rise up for the future.